നമുക്കൊരു പൗരനെന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ പറ്റി എനിക്ക് ആശങ്കയുള്ളപ്പോഴും BJP പ്രതിനിധി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ ആശ്വാസമാണ് ഈ ധവളപത്രം വായിച്ചപ്പോൾ തോന്നിയത്. കാരണം സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ പറ്റി ഒരു ധവളപത്രം പുറത്തിറക്കുന്ന പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് 80% പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും 20% മാത്രം സംസ്ഥാന സർക്കാരുകൾക്കും എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ പതിവ് പാർലൻസിലുള്ള രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായി കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് പോലെയുള്ള ഒരു ശ്രമമാവുമെന്നാണ്. എന്നാൽ കുറെ കൂടി സത്യസന്ധമായിട്ടാണ് ഇത് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ വിലയിരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൊത്തം 195 പേജുള്ള ഈ ധവളപത്രത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗത്ത് വളരെ ദുർബലമായിട്ടുള്ള ചില പരാമർശങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ധന മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് അംഗീകരിക്കുന്ന മട്ടിലാണ് ഈ ധവളപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിൽ 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ തന്നെ കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെ പറ്റിയിട്ടുള്ള പ്രധാന ചാലഞ്ചസ് ആയി വിലയിരുത്തുന്ന 5 പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും താരതമ്യേന ദുർബലവുമായിട്ടുള്ളൊരു വാദം മാത്രമാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം പറയുന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചറിനെ സംബന്ധിച്ചാണ്, ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുകയാണെങ്കിൽ ദ പ്രോബ്ലം ഓഫ് കേരള ഇസ് നോട്ട് മിയർലി എ ക്യാഷ് ഫ്ലോ പ്രോബ്ലം ബട്ട് എ സ്ട്രക്ചറൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നാണ് പറയുന്നത്. ഇത് ഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഗോപൻ ഇവിടെ പറയുന്നത് 6 ലക്ഷം കോടി എന്ന് പറഞ്ഞെടുത്ത് 5 ലക്ഷം കോടി ആയത് വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ്. നമുക്കൊരു സാങ്കല്പിക സംഖ്യ അപ്പുറത്ത് വെച്ചുകൊണ്ട് യഥാർത്ഥ സംഖ്യയെ ലഘൂകരിക്കുന്നത് എങ്ങനെയാണ്? 5 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിൻ്റെ പൊതുകടമാണെങ്കിൽ നമ്മുടെ GSDPയുടെ 35.8% നമ്മുടെ പൊതുകടമാണെങ്കിൽ അത് ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഒരു യഥാർത്ഥ ഫിനാൻഷ്യൽ മോഡലിൽ എപ്പോഴും GSDPയുടെ 30% താഴേക്ക് നമ്മുടെ പൊതുകടത്തെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്താറുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ നാഷണൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ 29% എല്ലാ സംസ്ഥാനങ്ങളും നിലനിർത്തുന്നത്. അത് കടന്നു വല്ലാതെ മുകളിലേക്ക് പോകുന്നു. മാത്രമല്ല പൊതുകടം മാത്രമല്ല വർദ്ധിക്കുന്നത്, ഈ കടം തിരിച്ചടയ്ക്കാനുള്ള ഉപാധികൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളത്. മൊത്തം റവന്യൂ റെസീപ്സിൻ്റെ 77% നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ശമ്പളം, അതേപോലെ തന്നെ പെൻഷൻ, അതേപോലെ തന്നെ പലിശ എന്നിങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറുകൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അത് തിരിച്ചു വരുന്ന എക്സ്പെൻഡിച്ചർ അല്ല, അതൊരു മൂലധന നിക്ഷേപമല്ല. നമുക്ക് ഭാവിയിലെങ്കിലും തിരിച്ച് പണം കിട്ടാൻ സാധിക്കുന്ന മൂലധന നിക്ഷേപത്തിനാവട്ടെ കേവലം 1.2% നിക്ഷേപം മാത്രമാണ് നമ്മൾ നടത്തുന്നതെന്ന് കാണുന്നു. പലിശ അടയ്ക്കാൻ മാത്രം നമ്മൾ 21% നീക്കി വെക്കുന്നു. അതായത് 97,000 കോടി രൂപ റിട്ടേൺസ് ഇല്ലാത്ത എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കേരളം നീക്കി വെക്കുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ പ്രതിസന്ധി ഭാവിയിലേക്കും ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് കിഫ്ബിയാണ്. ഇവിടെ ശരിക്കും കിഫ്ബിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു ധനകാര്യ പ്രതിസന്ധിയുടെ മൂലകേന്ദ്രമായിട്ട് ഈ ധവളപത്രം കണക്കാക്കുന്നത്. ആ കിഫ്ബിയെ പറ്റി പറയുന്നത് തന്നെ പാരലൽ ഫിസ്ക്കൽ അതോറിറ്റി ദ കിഫ്ബി പ്രോബ്ലം എന്നാണ്. കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നം, കിഫ്ബി ഉണ്ടാക്കി വെച്ചുള്ള 21,000 കോടി രൂപയുടെ ബാധ്യത, കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ള 35,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, കിഫ്ബിയുടെ കടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ കടമായി മാറുന്ന പ്രതിസന്ധി. ഇത് മാത്രമല്ല കിഫ്ബി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള റീജിയണൽ ഇംബാലൻസുകൾ. കണ്ണൂരിൽ മാത്രം 20% പ്രോജക്റ്റുകൾ, 17% പ്രോജക്റ്റുകൾ തിരുവനന്തപുരത്ത്. കണ്ണൂരും തിരുവനന്തപുരവും എറണാകുളം കൂട്ടി എടുത്തു കഴിഞ്ഞാൽ മൊത്തം പ്രോജക്റ്റുകളുടെ 50%. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വികേന്ദ്രീകരണം ഇല്ലാതെയുള്ള പ്രോജക്റ്റുകളുടെ എടുപ്പ്, ഇതെല്ലാം കിഫ്ബി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രതിസന്ധികളായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡെഡ് വെയിറ്റ് ഓഫ് PSUs, അതാണ് പിന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത്. കേരള വാട്ടർ അതോറിറ്റി പോലെ, KSRTC പോലെ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കടം, ഇതിൻ്റെ എല്ലാം അവസാനമാണ് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പറയുന്നത്. അതിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എന്താ പറഞ്ഞത്? ഇത്രയും കാലം ഇവിടെ കേരളത്തിലെ ചർച്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ ആകെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാത്തതാണ്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പണമാണ് കിട്ടാനുള്ളത് എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പണം കേരളത്തിന് അർഹമായ പണം കിട്ടാതിരുന്നു. കേരളത്തിൽ ഇപ്പോഴും ഒരു ക്ലെയിം ഉണ്ട് എന്നൊരു പരാമർശം പോലും ഈ പറയുന്ന ധവളപത്രത്തിൽ ഇല്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തിനെതിരായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന് എൻഡ് ഓഫ് GST കോമ്പൻസേഷനാണ്. GST നഷ്ടപരിഹാരം നിർത്തിയത്. 2 നെറ്റ് ബോറോയിങ്ങിൻ്റെ മുകളിലുള്ള സീലിംഗ് ആണ്. മൂന്നാമത്തത് ഈ പറയുന്ന ചേഞ്ചസ് ഇൻ ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ് ആണ്. ഈ 3 കാര്യം നമുക്കറിയാം. അതായത് GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നില്ല, 5 വർഷത്തേക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു. 2017 GST രൂപീകരിക്കുന്ന
പറയുന്ന സമയത്ത് GST കൗൺസിൽ, ഞാൻ മുഴുവൻ പറയട്ടെ, സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുന്ന GST കൗൺസിലാണ് തീരുമാനിച്ചത് 2015-16 വർഷത്തിന്റെ ബേസ് ടാക്സേഷൻ എത്രയാന്ന് വെച്ചാൽ അതിന്റെ 14% ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് അധിക വരുമാനമായി കിട്ടും. അങ്ങനെ അധിക വരുമാനം കിട്ടാത്ത വർഷങ്ങളിൽ ആ വരുമാനം, ആ കുറവ് വരുന്ന വരുമാനം 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ തരും. 5 വർഷത്തിനുള്ളിൽ ബദൽ ധനാഗമന മാർഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടെത്തണം എന്നുള്ളതായിരുന്നു. ഇത് 2022 വരെ കേന്ദ്രം നടത്തി. ഈ പറയുന്ന കോവിഡ് പ്രതിസന്ധിയുടെ സമയത്ത് പോലും ഈ പറയുന്ന GST കോമ്പൻസേഷൻ നിർത്തലാക്കുകയല്ല ചെയ്തത്, കടമെടുത്തിട്ട് പോലും കേന്ദ്രം കൊടുത്തിരുന്നു. 2022 ആയപ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങൾ ധനാഗമന മാർഗങ്ങൾ ഉണ്ടാക്കി. കേരളം ഇപ്പോഴും GST കോമ്പൻസേഷൻ 2022 നിർത്തി എന്നതിൽ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന നെറ്റ് ബോറോയിങ് സീലിംഗ് ആണ്, കടമെടുക്കൽ പരിധിയിൽ കേന്ദ്രം വരുത്തിയിട്ടുള്ളതാണ്. ഇത് കേന്ദ്രം വരുത്തിയിട്ടുള്ളതല്ല, ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരമുള്ള സ്റ്റിപ്പുലേഷനാണ്. ആ സ്റ്റിപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിലാണ് മൊത്തം GSDPയുടെ 3% മാത്രമേ പലിശ കടമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. കേരളത്തിൽ കടമെടുക്കൽ പരിധി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, 3.5% കൂട്ടിക്കൊടുത്തു. പിന്നീട് ക്രമേണ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സമയത്തും കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ കടമെടുത്ത് കൂട്ടിയാൽ ആ പറയുന്ന പ്രതിസന്ധിക്ക് അവസാനം കേന്ദ്രത്തിന്റെ ഉത്തരവാദിയാവും, കേന്ദ്രം തിരിച്ചടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ റെഗുലേഷൻ ഉള്ളത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടി ഞാൻ പറഞ്ഞു തീർക്കാം. അതായത് ഫിനാൻസ് കമ്മീഷന്റെ ഈ പറയുന്ന ട്രാൻസ്ഫേഴ്സിലുള്ള വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷനുകളെക്കാൾ കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനുകളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാനത്തിന് കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ഈ പറയുന്ന ഡിവിസിബിൾ പൂളിൽ തന്നെ വ്യത്യാസം ഉണ്ടായി. ഈ പറയുന്ന 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2014 മുൻപേ ഉള്ള 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഈ പറയുന്ന മൊത്തം നികുതിയുടെ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് കേവലം 31% മാത്രമായിരുന്നു. അത് മാത്രമേ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോഴേക്കും അത് 42% വർദ്ധിച്ചു. മൊത്തം നികുതി വരുമാനത്തിന് 42% സംസ്ഥാനങ്ങൾക്ക് വിധിച്ചു കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 13ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2.4% കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അത് 2.8% വരുമാനം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ടാക്സ് ഡെവല്യൂഷൻ വഴി UPA സർക്കാരിന്റെ കാലത്ത് 46,000 കോടിയും ഗ്രാൻഡ് എയ്ഡ് വഴി 25,630 കോടിയും ആകെ കൂട്ടിയിട്ട് ആകെ 72,000 കോടിയാണ് ആ 10 വർഷം കൊണ്ട് കിട്ടിയതെങ്കിൽ 2014-2024 കാലഘട്ടത്തിൽ ടാക്സ് ഡെവല്യൂഷൻ വഴി മാത്രം 1,50,000 കോടിയും ഗ്രാൻഡ് എയ്ഡ് പ്രകാരം 1,56,000 കോടി അടക്കം ആകെ ടോട്ടൽ സെൻട്രൽ ട്രാൻസ്ഫർ 3.2 ലക്ഷം കോടിയാണ്. 72,000 കോടിയിൽ നിന്ന് 3.2 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു പറഞ്ഞാൽ 2 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ടാക്സ് ഡെവല്യൂഷൻ 224% വർദ്ധിച്ചു, ഗ്രാൻഡ് എയ്ഡ് 458% വർദ്ധിച്ചു. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി രണ്ട് കണക്കുകൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. എന്നാൽ ഇത് കേന്ദ്രത്തെ പറയാതെ പോകാൻ കഴിയില്ലല്ലോ എന്നുള്ള കേരളത്തിന്റെ സാഹചര്യത്തിൽ ചിലത് പറഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ധവളപത്രം അഡ്രസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്താണ്? കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഫിസ്ക്കൽ ക്രൈസിസ് ആണ് എന്നുള്ളതാണ്.